guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് എ റീസെറ്റ് വ്ലോഗ് ഓർ എ റീസെറ്റ് ഡേ. ഞാൻ ഡയറക്റ്റായിട്ട് ഇൻട്രൊഡക്ഷൻ പറയാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന്. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നോ അങ്ങനെയൊന്നും ഞാൻ ആദ്യം വിചാരിച്ചില്ല. ഞാൻ ആക്ച്വലി യൂട്യൂബിൽ 1-2 വീഡിയോസൊക്കെ കണ്ടു, ലൈക്ക് റീസെറ്റ് ഡേ, പ്രൊഡക്റ്റീവ് ഡേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ തോന്നി, ഇന്നൊന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് ക്ലീനിങ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പ്രൊഡക്റ്റീവ്നെസ്സും റീസെറ്റും ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. സോ അതിൻ്റെ മുമ്പ് റീസെറ്റ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ലൈക്ക് അറിയുന്നുണ്ടാകും, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് പറയാം. ഓക്കെ, സംഭവമൊന്നുമില്ല, എത്രയേ ഉള്ളൂ. ബാക്ക് ഇൻ ടു റുട്ടീൻ. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊക്കെ കിടക്കുമായിരിക്കും. നമ്മളെ റുട്ടീൻ പഴയ പോലെ കീപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു പ്രൊഡക്റ്റീവ് ഉൾവിളി വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റീവ് ഡേയ്സിലോട്ട് തിരിച്ചു പോകുക, അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റീസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട്, സോ അതെല്ലാം സെറ്റാക്കണം, പഴയ പോലെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ഓൾറെഡി ടു ഡു ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാഞ്ഞത്. പിന്നെ ഐ തോട്ട് എന്തുകൊണ്ട് ഒരു ഷോർട്സ് എടുത്തുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ചെറുതായിട്ട് ഷോർട്സിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീണ്ടും ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും ഒരു റീസെറ്റ് വ്ളോഗ് പോലെ എടുത്തുവിടാം. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. സോ കാണാം. ഓക്കെ, suppress my feelings, 'cause I know what's best for me. Feel short of confidence, my hands begin to shake. I thought I knew you, but സോ അതാണ് നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചു എന്ന് പറഞ്ഞ ക്ലിപ്സ്. പിന്നെ അതൊരു ഹാഫ് വേ ആയപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോനാക്കിക്കൂടാന്ന് തോന്നിയത്. അങ്ങനെ പിന്നെ ഞാൻ ലോങ് വീഡിയോന് വേണ്ടിയിട്ടാണ് പിന്നെ ഫിലിം ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഫുൾ ഡേ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഉൾവിളി, ആ സാധനം വന്നത്. അപ്പോൾ ഒരു ഉച്ചരൊക്കെ ആകുമ്പോഴാണ് ഞാൻ ക്ലീനിങ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ ഡേ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഞാൻ നോട്ട് ചെയ്ത് വെച്ച ടാസ്ക് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഡെസ്കും പിന്നെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ തീർന്നു വന്നപ്പോൾ കൊണ്ടും ഏകദേശം ഒരു 3:30-4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെൽഫിൻ്റെ കാര്യം ഞാൻ പിന്നെ പോസ്റ്റ്പോൺ ചെയ്തു. ബട്ട് ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്രീഷിയേറ്റ് ഇറ്റ്. ഈ ബാക്ക് ഇൻ ടു റുട്ടീൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം ഞാൻ വലിയ റുട്ടീൻ കീപ്പ് ചെയ്ത് 5 മണിക്ക് എണീറ്റ് വർക്കൗട്ട് ചെയ്ത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെയാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെ ഒരാളേ അല്ല. ഞാൻ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു മീ ടൈം എന്നൊക്കെ പറയില്ലേ, അതുപോലും എനിക്കിപ്പോൾ ആക്ച്വലി ഇല്ല. അത് തിരിച്ചെടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലെ സ്കാർസ് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഇത് വീഡിയോയിൽ കണ്ടപ്പം കുറച്ചൊക്കെ ബോറായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രില്ലുണ്ടല്ലോ, നമ്മളൊക്കെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന, ഈ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന ഗ്രില്ല്, അത് ചൂടുണ്ടോ ഇല്ല എന്നൊന്നും നോക്കാതെ അതങ്ങോട്ട് നീക്കി വെക്കാൻ പോയതാണ്. കൈ ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോൾ കൊണ്ട് എനിക്ക് പൊള്ളി. അപ്പോൾ ഞാൻ പുറകേക്ക് വലിച്ചപ്പോൾ ആകെ മീൻ വരെ ഇട്ട പോലെ ആയിപ്പോൾ. ഈ ഒരു പെൻ ഹോൾഡർ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മുജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന്, അറിയുന്നുണ്ടാവും, ആ ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. ബട്ട് ഞാൻ ഓൾറെഡി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊളാക്കി. പിന്നെ പെന്നിൻ്റെ ഇങ്കൊക്കെ ലീക്കായിട്ട് അതിൻ്റെ അടിയിലൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ഞാനത്
ഒഴിവാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര ആഗ്രഹിച്ച് വാങ്ങിയതുകൊണ്ടാണ്. അതെപ്പോഴും എനിക്ക് ഇവിടെ വെക്കണോ അവിടെ വെക്കണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാകലുണ്ട്. സോ അതാണ് കാണുന്നത്. സോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം. അവിടെ വെച്ചാൽ കൊള്ളാം, ഇവിടെ വെച്ചാൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഓർ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ മതിയോ, അതും പറയണം. പിന്നെ ഞാൻ അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് മാറ്റുന്നുണ്ട് ലാസ്റ്റൊക്കെ ആയിട്ട്. ഇനി എല്ലാ എടുത്ത സാധനങ്ങളും തിരിച്ച് വെക്കാമെന്നുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്സൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വായിക്കുന്ന ബുക്കല്ല, ഞാൻ വായിക്കുന്ന ഒരാളേ അല്ല. 1-2 ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ കുറേ ബുക്ക് വാങ്ങി വായിച്ച് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. സോ ഇത് എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. പിന്നെ ഇത് എൻ്റെ 2023 ജേണലാണ്. എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ചെയ്ത ജേണൽസൊക്കെ ഉള്ളത് ഈ ബുക്കിലാണ്. വിച്ച് മീൻസ് ഞാൻ 2023 ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കേഴ്സ് വെച്ചിട്ടൊക്കെ ജേണൽ ചെയ്യുന്നത്. പിന്നെ അതിൽ ഞാൻ കാണിച്ചതൊക്കെ ഞാൻ വരച്ച് കളർ ചെയ്ത് വെട്ടിയെടുത്തിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ കവർ പേജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് കളയാതെ വെച്ചത്. പിന്നെ ഇതെന്നെ 2025 ജേണൽ, ഓഫ് കോഴ്സ് വിച്ച് ഐ എം കറൻ്റ്ലി യൂസിങ്. സോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഞാൻ ചെയ്ത ചില സ്പ്രെഡൊക്കെ എനിക്ക് സ്പെഷ്യലാണ്. സോ പിന്നെ ഇത് എൻ്റെ ഡയറിയാണ്. ഇതിൽ ആക്ച്വലി ഡയറീൻ്റെ യൂസ് മാത്രമല്ല, ഇതിലും ഞാൻ ജേണലൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേജസ് ഉണ്ട്. ഡോട്ട്, ഗ്രിഡ്, സാധാ റൂൾഡ്, പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് പേജസ് ഉണ്ട്. സോ ഡോട്ടും ഗ്രിഡും ഉള്ളിൽ ഞാൻ ജേണൽ ചെയ്യും. അല്ലാത്തതിലൊക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങളും സഹതാപങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ്. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും എന്നാൽ വേറൊരു തരത്തിൽ ആലോചിക്കുമ്പോൾ എനിക്കൊട്ടും വേണ്ടാത്തതുമായ ഒരു സാധനമാണ് സ്റ്റിക്കേഴ്സ്. എത്ര കിട്ടിയാലും ഞാൻ വീണ്ടും വീണ്ടും വാങ്ങും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മളിത് എത്ര എടുത്ത് വെച്ചാലും ഓർഗനൈസ് ചെയ്ത് വെച്ചാലും വീണ്ടും പഴയ പോലെ ആകാൻ ഒരു മടിയില്ലാത്തൊരു സാധനമാണ് ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. വേറെ ആരുമല്ല, നമ്മൾ തന്നെയായിരിക്കും അങ്ങനെ ആക്കുന്നത്. എന്നാലും കുറച്ചൊക്കെ ഒരു മര്യാദ വേണം. ഇത് ഞാൻ ഈ പാറ്റേൺ പേപ്പറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ആൽബം പോലത്തെ ഒരു സംഭവമാണ്. ആദ്യമേ കണ്ട ഒരു E എന്ന് പറയുന്ന ആൽഫബറ്റ്, അതെൻ്റെ ഒരു ആൽഫബറ്റ് സ്റ്റിക്കറിന് ഞാൻ പോലും അറിയാതെ അയിമ കയറിയിരുന്നതാണ്. എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഓർത്ത് ആയതാലും അവിടെ ഇരിക്കട്ടെ. അടുത്തൊരു സാധനം ഇപ്പം കാണാം, ലെറ്റർ I. അതും ആ ആൽഫബറ്റ് സ്റ്റിക്കറിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ്. അത് ആക്ച്വലി ഒരു 3D കൈൻഡ് ഓഫ് സ്റ്റിക്കറാണ്. അതുകൊണ്ടായിരിക്കാം അത് നമ്മൾ പോലും അറിയാതെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ആ ആൽബത്തിൽ തന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു. കാരണം അതിന് ഓൾറെഡി ഒരു E ഉണ്ടല്ലോ. അപ്പോൾ ഈ Iയും കൂടി അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് മുകളിലും യൂസ് ചെയ്യാത്തത് അടിയിൽ, അങ്ങനെ പറഞ്ഞ് സോർട്ട് ചെയ്തിട്ടാണ് വെക്കൽ. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ആക്ച്വലി പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2023 സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്ത് ജേണൽ ചെയ്യാൻ തുടങ്ങിയതെന്ന്. ആ ഒരു സമയത്ത് ഒസാലിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ, അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതിൽ പെട്ടൊരു സ്റ്റിക്കറാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഉണ്ട്, അമബെല്ലെ. ചിലപ്പോൾ ചിലരൊക്കെ കാണുന്നുണ്ടാവും. അമബെല്ലിൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു സെയിം സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സോ ഹാപ്പി. എൻ്റെ കയ്യിൽ അമബെല്ലിൻ്റെ പോലത്തെ സ്റ്റിക്കർ ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അതാണിത്. സോ അതിൽ ആക്ച്വലി ബ്രെഡ്, കുക്കീസ്, കേക്ക്, അങ്ങനെ ക്യൂട്ട് ഒരു നാച്ചുറൽ ബ്രൗൺ തീമിലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തീർന്നു. പിന്നെ ഇത് ഈ 150 റുപ്പീസിൻ്റെ സ്റ്റിക്കർ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ മീഷോന്ന് വാങ്ങിച്ച സ്റ്റിക്കേഴ്സാണ് ഇത്. അപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമായിട്ടാണ് തോന്നി. പിന്നെ യൂസ് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് കീറുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ സെയിം സാധനം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണല്ലോ, അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒന്ന് ഓർഡർ ചെയ്തു. അത് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. കാരണം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സ്റ്റിക്കറാണ്. അത് കുറച്ചുകൂടെ കട്ടിയുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. മേ ബി എനിക്കറിയില്ല, പലർക്കും പല സാധനമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഇത് ഞാൻ എൻ്റെ പ്രിൻ്റ് ചെയ്ത പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ജാറാണ്. അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു ബ്ലൂടൂത്ത് ക്ലിക്കറും ഒരു 10 രൂപേൻ്റെ കോയിനും കിട്ടി.
അപ്പോൾ ഈ ആൽബത്തിലെ പേപ്പേഴ്സൊക്കെ തീർന്നു വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി, ബട്ട് ഒരു ഭംഗിക്ക് ഇതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ബാക്കി വന്ന പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ആ ജാറിൽ തന്നെ എടുത്ത് വെക്കാണ്. കാരണം നമുക്ക് അതിനോടത്ത് യൂസ് ചെയ്യാമല്ലോ. സ്റ്റിക്കേഴ്സൊക്കെ ഈ ആൽബത്തിൽ വെച്ച് കഴിഞ്ഞാൽ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ യാ, പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും ഈ ഒരു ഈസൽ സ്റ്റാൻഡാണ് വെക്കുന്നത്. ഞാൻ ആ തൊട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ പോസ്റ്റേഴ്സൊക്കെ അതിൽ വെക്കുമ്പോൾ അത് കാറ്റുകൊണ്ട് വീയും. അപ്പോൾ ഞാനത് ഒട്ടിച്ച് വെക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പറിച്ചപ്പോൾ പോസ്റ്റർ കീറുകയും ചെയ്തു. ആ പേപ്പറിൻ്റെ പാട് അവിടുന്ന് പോകുന്നുമില്ല. അതാണ് ഞാൻ ആ കാണിച്ചു തന്നത്. പിന്നെ ഇതൊരു വർക്കാവാത്ത ഫാനാണ്. ഇത് വർക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാറ്ററി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ബാറ്ററി മാത്രമല്ല, ഇത് വെച്ചിരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതും കാണാനില്ല. ഈ ഒരു ടൈമറിൻ്റെ അകത്തും ബാറ്ററി ഇല്ല ഗൈസ്. ഇതിൻ്റെ ബാറ്ററി ആരെ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. എനിക്കെൻ്റെ വീട്ടുകാരെയാണ് സംശയം. വല്ല റിമോട്ടിലിടാനോ ക്ലോക്കിലിടാനൊക്കെ കൊണ്ടുപോയതായിരിക്കും. ബട്ട് ഈ സാധനം നല്ലൊരു യൂസ്ഫുൾ സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും വേറെ എന്തിനാണെങ്കിലും ഫോണില്ലാത്തതിന് ടൈമർ വെക്കാം. ഫോണിൽ വെച്ചാൽ പോരെ എന്നല്ലേ നിങ്ങൾ ആലോചിച്ചത്? വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോണിൽ നമ്മൾ യൂസ് ചെയ്താൽ ഡിസ്ട്രാക്റ്റഡ് ആവൂലേ? പിന്നെ ആ ഒരു മിഫി ഓർഗനൈസർ അതും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം 350 or 370 അങ്ങനെ എന്തോ ഒരു റേറ്റിനാണ് എനിക്കത് കിട്ടിയത്. അതിന് എന്തായാലും എക്സ്ട്രാ വേർത്താണ്. കാരണം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു ആ ഒരു ലൈക്ക് മൂന്നാമതൊരു മിഫിൻ്റെ തല കണ്ടില്ലേ, ആ ഡ്രോയറിൻ്റെ ഹുക്കായിട്ട്. സോ അത് അവിടെ വേറെ എവിടെയെങ്കിലും വെച്ചാൽ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ വെച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പെൻ ഹോൾഡറിൻ്റെ പൊസിഷൻ ഞാനൊന്ന് മാറ്റി എന്നുള്ളത്. ഇതാണോ മറ്റേതാണോ നല്ലതെന്ന് നിങ്ങൾ പറയണേ. ഇതാണ് ഗൈസ് എൻ്റെ മുജി പെൻ കളക്ഷൻ. ഇത് മാത്രമല്ല വേറെ ഉണ്ട്, ബട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളക്ഷൻ എന്നൊക്കെ പറയില്ല അത്. ഇനി വാൾ പോസ്റ്റേഴ്സും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡെസ്കിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ആൻഡ് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റിക്കർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ വാൾ പോസ്റ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് ലേഔട്ടൊന്നും നോക്കിയിട്ടില്ല, തോന്നിയ എവിടെയൊക്കെ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ റാൻഡമായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഭംഗി ഉണ്ടാവുക. ഇത് ആക്ച്വലി ഞാൻ ചെരിച്ചല്ല ഒട്ടിക്കുന്നത്, എൻ്റെ ട്രൈപോഡ് ചെരിഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് ഇത് ചെരിഞ്ഞ പോലെ തോന്നുന്നത്. ആക്ച്വലി ഇത് നേരത്തെ തന്നെയാണ്. അങ്ങനെ ഡെസ്കൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും മൊത്തത്തിലൊന്ന് ക്ലീൻ ആയില്ലേ. നമ്മൾ സറൗണ്ടിങ്സ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ആൻഡ് എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെ ഒരു ഫീൽ അല്ലേ. ഇനി നമ്മുടെ ടാസ്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. സോ അതെനിക്ക് പറ്റിയൊരു ഇടമില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് പോണത്. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്, പിന്നെ എന്തോ ഒരു ഡെക്കോർ പീസ്, പിന്നെ ഞാൻ DIY ആയിട്ട് ചെയ്തൊരു ഷെൽഫും പിന്നെ ഒരു ഫ്രെയിമും ഉള്ളായിരുന്നു. അതെടുത്തു, പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ തിരിച്ച് അതേപോലെ വെച്ചു.
ഇനി നമ്മുടെ അടുത്ത ടാസ്ക് കാർട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു കാർട്ടാണ്, ഒരു 4 ലെയർ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ഡെസ്കിൻ്റെ ഉള്ളും കുറച്ച് സെറ്റാക്കാനുണ്ട്. നമുക്ക് പ്രൊഡക്റ്റീവ്നെസ് അറ്റ് ഇറ്റ്സ് പീക്ക് ആണല്ലോ, സോ നോ ലേസിനെസ്, ലെറ്റ്സ് ക്ലീൻ എവറിത്തിങ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സാധനങ്ങളൊക്കെ മാറ്റുക, പൊടിയൊക്കെ തട്ടിയിട്ട് വീണ്ടും അതൊക്കെ പഴയ പോലെ തന്നെ വെക്കുക, അത്രേ ഉള്ളൂ. ലുക്ക് അറ്റ് ദിസ് യു ഗൈസ്. എൻ്റെ എയർപോർട്സ് അതിനിടയ്ക്ക് ഒന്ന് പൊട്ടിപ്പോയി. ഇത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണിത്. നമ്മൾ കാണാതെ പോയ പല സാധനങ്ങളും തിരിച്ചു കിട്ടും. സോ ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു യു ഗൈസ് ഫോർ ക്ലീനിങ് യുവർ സ്പേസ്. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ്, അതുകൊണ്ടാണ് ആ നോയിസ്, ഇഗ്നോർ ഇറ്റ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതാണ് എൻ്റെ 2022 ജേണൽ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഞാൻ കൈ കൊണ്ട് വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ജേണൽ ചെയ്തതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ. അത് കണ്ടാലേ മനസ്സിലാവും വരച്ചതാണെന്നൊക്കെ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെയാണ് റെഡിമെയ്ഡ് സ്റ്റിക്കേഴ്സും പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സപ്ലൈസ് ഒന്നുമില്ല, ജേണൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് ജേണൽ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ സൈൻ ടു ഡു യുവർ ഓൺ ജേണൽ സപ്ലൈസ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ടു മേക്ക് ജേണൽ സപ്ലൈസ്. ഈ 2 സ്റ്റോറേജ് ബോക്സിലും എനിക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങൾ, കുറച്ച് സ്റ്റിക്കർ, ട്രൈപോഡ്, ഗ്ലൂ ഗണ്ണ്, കാൽക്കുലേറ്റർ, പിന്നെ കുറച്ച് പേപ്പർ, അങ്ങനെ എനിക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളാണ് വെച്ചത്. പിന്നെ എൻ്റെ ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും അതും കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്. കാരണം അത് ഞാൻ പലവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് ആവശ്യമുള്ള നേരം കാണാതാവലുണ്ട്. സോ ഇതെനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാണാമല്ലോ ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ മിനിസോന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സ്പൂണാണ്. സ്പൂൺ എന്താ ഇവിടെ കിച്ചണിലല്ലേ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാനത് കിച്ചണിൽ വെച്ചാൽ അത് വല്ല അച്ചാറും കുപ്പിയിലോ മഞ്ഞപ്പൊടി കുപ്പിയിലൊക്കെ കയറും. പിന്നെ എല്ലാ സ്പൂണും മഞ്ഞ കളറായിരിക്കും. അതുകൊണ്ട് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, എന്നിട്ട് യൂസ് കഴിഞ്ഞ് കഴുകി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. ഇനി അടുത്ത ടാസ്ക് ഡെസ്കിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഇത് എത്ര ക്ലീൻ ചെയ്താലും പഴയ പോലെ ആകും. കാരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എക്സ്ട്രാ കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഒരൊറ്റ കയറാം. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും ഞാനത് കാണുന്നുണ്ടാകുക. കുട്ടികളുള്ള വീട്ടിൽ അറിയുന്നുണ്ടാകും കാർഡ്ബോർഡ് ബോക്സ് കുറേ ഉണ്ടാവും. കാരണം കളിപ്പാട്ടത്തിൻ്റെ ബോക്സൊക്കെ കുറേ ഉണ്ടാവും. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ അതായത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് എക്സസ് ആയിട്ട് വരുന്ന ഫോം ബോർഡാണ് ഇത്. എനിക്ക് ഇനി ആവശ്യം ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചെടുത്ത് വെച്ചതാണ്. സോ എൻ്റെ കയ്യിലൊരു വലിയൊരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്. ഞാൻ ഇതൊക്കെ അതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നാണെടാ എനിക്ക് എൻ്റെ 10th ഓട്ടോഗ്രാഫ് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തായാലും ഡിസ്ട്രാക്റ്റഡ് ആവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം അത് വായിച്ച് ചിരിച്ച് ക്രിഞ്ചടിച്ച് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് കുറച്ച് നേരം ഇരുന്നു. പലർക്കും ഒക്കെ വായിക്കുമ്പോൾ അയ്യോ നല്ല കാലം മിസ്സ് ചെയ്യുന്നത്, സ്കൂൾ ലൈഫൊക്കെ തിരിച്ച് കിട്ടിയെന്നെങ്കിൽ എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് തിരിച്ച് പോകണ്ട. പിന്നെ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കഴിഞ്ഞ 90th ബർത്ത്ഡേക്ക് തന്നൊരു ഗിഫ്റ്റാണ്. എനിക്ക് കുറേ ഫ്രണ്ട്സൊന്നും ഇല്ല, ആകെ കുറച്ച് പേരേ ഉള്ളൂ. അതിലും കുറച്ച് പേരേ ഉള്ളൂ ഹും ഐ ട്രസ്റ്റ്. അതിലൊരാളാണ് ഈ ഗിഫ്റ്റ് എന്നത്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇത് നമ്മുടെ BTSൻ്റെ ഒരു സമയമുണ്ടല്ലോ,
ലൈക്ക് ഞാനൊരു BTS ആർമി ആയിട്ട് ലൈക്ക് BTSനെ സ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് കോവിഡിന് തൊട്ട് മുമ്പാണ് ഞാൻ BTSൻ്റെ പാട്ട് കേൾക്കുന്നതും BTSനെ കുറിച്ചിട്ട് അറിയുന്നതൊക്കെ. പിന്നെ കോവിഡിന് ശേഷമാണ് ഇവിടെ ആകെ BTS വന്നത്. ആ ഒരു സമയത്ത് ലൈക്ക് ആ ഒരു ഫാൻഡം തലക്ക് പിടിച്ചൊരു സമയത്ത് BTSൻ്റെ ഫോട്ടോസ്, ബാഗ്, വാട്ടർ ബോട്ടിൽ, ടീഷർട്ട്, ഹുഡി അങ്ങനെ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ച ഫോട്ടോസാണിത്. ഇതൊരു ഫ്രെയിമായിരുന്നു ആക്ച്വലി. ആ ഫ്രെയിം പൊട്ടിയപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അതേപോലെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. BTSൻ്റെ കുറേ പോളറോയിഡ്സ്. അന്ന് അങ്ങനെയൊക്കെ ഒരു പ്രാന്തായിരുന്നു. ഇപ്പോഴും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇപ്പോൾ ഇങ്ങനെ വാങ്ങലും ഓരോ മെർച്ച് വാങ്ങുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്. ബട്ട് എൻ്റെ 80th ബർത്ത്ഡേക്ക്. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഒരു സ്ക്രാപ്പ് ബുക്ക് പോലെ. ഇത് ഞാനാട്ടോ ആ കാണുന്നത്. എൻ്റെ നമ്മുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് കുറേ എഴുതി. ലൈക്ക് നല്ല ക്യൂട്ടല്ലേ ഇത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ എൻ്റെ മെമ്മറി ബോക്സിലാണ് അതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കുറേ സ്റ്റേഷനറിൻ്റെ പാക്കേജ് പോലും കളയാത്തത്. ലൈക്ക് ആ ക്യൂട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത് അവിടെ എടുത്ത് വെക്കും. പിന്നെ ഇത് എനിക്ക് കിട്ടിയ ഒരു ബൊക്കെ റാപ്പ് ചെയ്തിരുന്നൊരു ഷീറ്റാണ്. പൂവ് വാടിപ്പോയി, പക്ഷെ ഇങ്ങനെ ബൊക്കെ ഷീറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ 2021 തൊട്ടിട്ടുള്ള കിൻഡർ ജോയിൻ്റെ ടോയ് കളക്ഷനാണ്. ഇങ്ങനത്തെ ഭ്രാന്തൊന്നും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ഞാൻ +2 യൂസ് ചെയ്ത കാൽക്കുലേറ്ററാണ്. അങ്ങനെ പല പല സാധനങ്ങൾ. പിന്നെ ഇങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ നമ്മുടെ ഗോൾഡിൻ്റെ ബോക്സൊക്കെ എടുത്ത് വെക്കും ആരെങ്കിലും. ഞാൻ എടുത്ത് വെക്കും, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചു. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ബട്ട് വൺ ഡേ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ 10th ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ആ ബ്ലാക്ക് ഇട്ടത് ഞാനും, അതിൻ്റെ അപ്പുറത്തുള്ളത് എൻ്റെ ഹൈസ്കൂൾ ബെസ്റ്റ് ഫ്രണ്ടുമാണ്, സ്റ്റിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ലിസ്റ്റിലില്ലാത്ത പണി. ഈ പണി ഞാൻ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ എനിക്ക് തോന്നി കുറേ കാലമായില്ല ഈ ബാഗൊക്കെ ഇങ്ങനെ കിടക്കുന്നു, ഇതിൻ്റെ അകത്ത് വല്ല കിളിയും കൂട് കൂട്ടിയാൽ പോലും അറിയില്ല. കാരണം ഞാനത് എടുത്ത് നോക്കലേ ഇല്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് കോളേജിലും പോകാത്തതുകൊണ്ട് ഇപ്പോൾ ബാഗിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇതിൽ ഒട്ടുമിക്ക എല്ലാ ബാഗും ഞാൻ ഓൺലൈൻ വാങ്ങിച്ചത് തന്നെയാണ്. കുറച്ച് മാത്രമേ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടാകുള്ളൂ. ഏതെങ്കിലും ബാഗിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഓൺലൈനാണോ ഓഫ്ലൈനാണോ പറയാം. പിന്നെ ഓൺലൈൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ബാഗ്, അതായത് ഇപ്പോൾ ഞാൻ ഈ ബില്ലൊക്കെ എടുത്ത് പുറത്തിടുന്നില്ലേ, ലൈക്ക് ബില്ല് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഫോർ ജങ്ക് ജേർണലിങ്. ബട്ട് ദിസ് ബാഗ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ലൈക്ക് നമ്മുടെ ഒരു ഗോ ടു ബാഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ബാഗാണ് എനിക്ക് ഈ ബാഗ്. കാരണം ഞാൻ എവിടെ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ ഫോണ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ കുറച്ച് കാശൊക്കെ മാത്രമേ കീപ്പ് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ഒരു ബാഗാണിത്. കാരണം ലൈക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോവും. ആൾക്കാർ എന്തിട്ടും ഈ കൊച്ചിന് ഈ ബാഗ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുമുണ്ട് കുറേ പേര്. ലൈക്ക് അത് ഞാൻ മിനിസോന്നാണ് വാങ്ങിച്ചതെന്നാണ് തോന്നുന്നത്. ഓൺലൈൻ അവൈലബിൾ ആണോന്ന് ചെക്ക് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. ദാറ്റ്സ് ദാറ്റ്. പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു പണിയായിരുന്നു ഈ ഷെൽഫ് ക്ലീൻ ചെയ്യുക, ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്നുള്ളത്. ബട്ട് എൻ്റെ ടയർഡ്നെസ് കൊണ്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്തില്ലേ, ദാറ്റ്സ് ഇറ്റ് സെൽഫ് എ ഗ്രേറ്റ് തിങ്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇറ്റ്സ് അനദർ ലെവൽ ഓഫ് സന്തോഷം. നമ്മളെന്തോ അച്ചീവ് ചെയ്ത പോലെ അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് മേക്സ് മീ ദി ഹാപ്പിയസ്റ്റ്. So that's it for today's video. Hope you guys enjoyed it. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Thanks for watching.